ഇൻസൾട്ടാണ് മക്കളെ പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. സാധാരണ ഞാൻ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും കേട്ടിട്ട് എൻ്റെ പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നം എൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് കുഴപ്പമില്ല. ഞാനൊരു നല്ല നാട്ടിൻപുറത്തൊക്കെ ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ ഇന്ത്യൻ നേവിയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നീട് നാട്ടിലേക്ക് ബോംബെയിലായിരുന്നു. പിന്നെ നാട്ടിലേക്ക് വന്ന് നാട്ടിൻപുറത്ത് ഗ്രാമത്തിൻ്റെ ഭംഗിയും അതൊക്കെ ഇതായി ഒരുപാട് സ്ട്രിക്റ്റൊക്കെ ആയിട്ട് വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എനിക്ക് അവിടുത്തെ കഥകളൊക്കെ നിങ്ങളോട് കുറേ പറയണമെന്നുണ്ട്. ജോഷ് ടോക്കിൽ ഞാനൊരു പ്രാവശ്യം പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ബോഡി ഷെയ്മിങ് ഒക്കെ കൊണ്ടിട്ടുണ്ട്. ഒരുപാട് മെലിഞ്ഞിട്ടായിരുന്നത് കൊണ്ട് മെലിഞ്ഞിട്ടാണെന്നൊക്കെ പറയും, പിന്നെ കറുത്തിട്ടാണെന്നൊക്കെ പറയും. അമ്മയൊക്കെ നല്ല നിറമൊക്കെ ഉണ്ട്. അപ്പം ഞാനൊന്നും ഈ നിറമൊന്നും ഒന്നല്ല അത്ര. കറുപ്പും വെളുപ്പും ഒക്കെ പ്രശ്നം വരും. ആരെങ്കിലുമൊക്കെ നിന്നെയൊക്കെ കല്യാണം കഴിച്ചു പോവോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്ക് ഇന്ന ആലോചന വന്നു, നിങ്ങളുടെ മകൾക്ക് ആലോചന വന്നില്ലേ, ബ്രോക്കർമാരുടെ വക അവരെ വന്ന പെണ്ണ് കാണുണ്ടല്ലോ. പണ്ട് കാലത്ത് ബ്രോക്കർമാർ, ഇന്നത്തെ കാലത്താണല്ലോ ഈ പറഞ്ഞ സൈറ്റിലൊക്കെ, അന്നൊക്കെ ബ്രോക്കർമാരൊക്കെ വരും. അവർ വന്ന് നമ്മളിങ്ങനെ അടിമുടി നോക്കി അവരുടെ വക ഒരു മാർക്കടലുണ്ട്. അത് കഴിഞ്ഞ് കോളേജ് വിട്ട് മനുഷ്യനെ ഒട്ടിഞ്ഞ് തൂങ്ങി വരുന്ന സമയത്ത് ഇതുമാതിരിയുള്ള ഓരോന്നും വന്നിരിക്കണ്ട. ഒരുമാതിരി സ്കാനറിന്റെ മാതിരി ഇങ്ങനെ ചുറ്റി വലിച്ച് മനുഷ്യൻ്റെ എല്ലും തോലും ഒക്കെ ഇങ്ങനെ എടുക്കും. നമ്മൾ അല്ലെങ്കിലേ ആരോഗ്യം ഇല്ലാണ്ട് കോളേജിൽ കേരളോർമ്മ ഒറ്റപ്പാലൊക്കെയാണ് പഠിച്ചത്. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെ ടയേർഡായിട്ടാണ് വരും. അപ്പോൾ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വർത്താനം. അപ്പം അമ്മ മോളിപ്പോൾ ഒന്നും പഠിക്കേണ്ട, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ പോലും നാട്ടുകാർ അറിഞ്ഞില്ലേ, അപ്പുറത്തെ വീട്ടിലത്തെ അവരുടെ മോളുടെ അല്ലേ കല്യാണം ഉറപ്പിച്ചു, അറിഞ്ഞോ? ഇങ്ങനെ ഓരോ വർത്താനങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ മോളെ കല്യാണം കഴിപ്പിച്ചയക്കണില്ലേ? നിങ്ങളൊന്നും ആലോചിക്കണം, 19-20 വയസ്സാകുമ്പോഴേക്കും കല്യാണമേ കഴിക്കാൻ പറ്റാത്ത ഒരു വലിയ യുവതിയായിട്ട് ആൾക്കാരുടെ മുന്നിലേക്ക് മാറേണ്ട ഒരു ഗതികേടാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക. അത് പല ആൾക്കാർക്കും അനുഭവം ഉണ്ടാവും. അത് നാട്ടുകാരുടെ ആൾക്കാരുടെയും അവരുടെയും ഇവരുടെയൊക്കെ ഫോഴ്സിങ് കൂടുതലാണ്. അങ്ങനെ ആലോചനകളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ ലൈഫിൽ നമുക്ക് പഠിക്കണം, മുന്നോട്ട് ഉയരണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമുക്ക് കൂടെ ഉണ്ടായി നിന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കല്യാണം കഴിഞ്ഞ ശേഷം ഷിപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ, അവിടെ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ, അതിനുശേഷം നാട്ടിൽ മക്കളൊക്കെ ആയിട്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്താണ് ഞാൻ എൻ്റെ പഠിക്കണം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കണം. ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞ് കല്യാണവും അതും ഇതൊക്കെ ആയി കഴിഞ്ഞ് ബാക്കി PGക്കൊന്നും പഠിക്കാൻ പോകുന്നതിനും ബാക്കി ഇനി വേണമെങ്കിലും ആവട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വന്നപ്പോൾ വീട്ടുകാരും എല്ലാം കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പഠിച്ചോട്ടെ, ഇല്ലെങ്കിൽ ഇവരൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാന്നുള്ളൊരു മനോഭാവമാണ്. അല്ലെങ്കിൽ പഠിക്കാൻ വിടുന്ന പെൺകൊച്ചുങ്ങൾ പുറമേക്കൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ അയ്യോ കലികാലം, അതൊക്കെ പിള്ളേരെ ഭയങ്കര വഷളായി പോവും. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിന് നമുക്കറിയാലോ. ഞാനിപ്പോൾ അതല്ല ഉദ്ദേശിച്ച് വന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ പിന്നീട് വേണമെങ്കിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ ഷിപ്പിൽ പോകണു, പല രാജ്യങ്ങളിലേക്ക് പോകണു, നമ്മളെവിടെ ഇരുന്നിട്ടപ്പോൾ പഠിക്കാൻ പറ്റുക. പിന്നെ നാട്ടിൽ വരുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി കുട്ടിയും മക്കളൊക്കെ വലിയൊരു സംഭവങ്ങളാണ്. അതൊക്കെ ഒന്നും ഇല്ലായിട്ടില്ലെങ്കിൽ നമ്മൾ സ്ത്രീ എന്നുള്ളൊരു ലെവലിൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ലല്ലോ. ഈ ഗുഡ് ബുക്സ് സർട്ടിഫിക്കറ്റ് കാണിച്ചതുകൊണ്ട് പഠിച്ച 2 കോളേജിലും ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. പകുതി എണ്ണത്തിൻ്റെ പേര് പോലും അറിയില്ല. അങ്ങനെ ഒരു ലെവലിലാണ് നമ്മൾ പഠിച്ചത്. എന്ത് പോകണ്ടെങ്കിലും അവിടെ പോകുമ്പോൾ അതേ മോളെ അവിടെ കണ്ടുട്ടോ, മോളെ ഇവിടെ കണ്ടുട്ടോ എന്ന് അറിയിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതായത് നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും നമുക്ക് പറയില്ലേ, ഒരു എടുക്കുന്ന രീതി വ്യത്യസ്തമാവുന്ന ഒരു അവസ്ഥ എന്ന് പറയില്ലേ. ഈ ഇൻസൾട്ടിൻ്റെ ഒക്കെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എടുക്കുന്ന ഒരു രീതിയിൽ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ അത് ചെയ്ത് കാണിച്ച് ആ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് നമ്മളെ അംഗീകരിപ്പിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ത്രില്ലൊന്ന് വേറെ. അതെൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഞാൻ ആഗ്രഹിച്ച് നേടിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പഠിത്തം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു, പിന്നെ ഷിപ്പിൽ പോയി കുട്ടി മക്കൾ ഇതിനെയൊക്കെ നോക്കലും വളർത്തലും പഠിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ പലപ്പോഴും പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ബാക്കിയുള്ള അടുത്തൊക്കെ ആക്കിയിട്ടാണ് പലപ്പോഴും ക്ലാസ്സിലും കാര്യങ്ങൾക്കൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ MSW പഠിക്കുന്ന സമയത്ത് കാലിക്കറ്റിൽ പോകുന്ന സമയം എൻ്റെ ക്ലാസ്സിന് അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ പോകണം, സോഷ്യൽ വർക്ക് അവിടെ ചെയ്യണം, തൃശ്ശൂരിലും ചെയ്യുന്നു. അങ്ങനെ സമയത്ത് നമുക്ക് പ്രൊജക്റ്റ് വർക്കിൻ്റെ സമയത്ത് ഇവിടെ ഗൈഡിനെ ചോദിക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ 2-3-4 ഫേമസ് കോളേജുകളിൽ ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്ത്
അതെ, റെഗുലറായിട്ട് വരുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. നിങ്ങൾ നിർത്തിക്കോ, കാരണം കുട്ടികളെ നോക്കുന്നതിന് വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ ഇരട്ടി ബുദ്ധിമുട്ടാണ്. എല്ലാം നമ്മൾ ചെയ്യും വേണം, പഠിക്കാനും ഒക്കെ നമ്മൾ തന്നെ സമയം കണ്ടെത്തിയിട്ട് ചെയ്യണം. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇതൊന്ന് പറഞ്ഞു തരാനൊന്ന് ഗൈഡായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ കുട്ടികളെ മാത്രമല്ല, അല്ലെങ്കിൽ നാളെ തൊട്ടിട്ട് അഡ്മിഷൻ ഇവിടെ എടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തുനിന്നും നല്ലോണം അപമാനിച്ചു. അവിടെ ഒരു കോളേജിൽ സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ സാറ് സപ്പോർട്ട് ചെയ്തു, സാറ് ഗൈഡായിട്ട് നിന്നു. അതിനെന്താ, പഠിക്കുന്ന ആരാണെങ്കിലും പഠിക്കട്ടെ, നിങ്ങൾ ഇത്രയും കഷ്ടപ്പാടിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യും. പക്ഷെ മറ്റുള്ള ആൾക്കാർ പറഞ്ഞ് ഭയങ്കര സങ്കടമായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അവിടുന്ന് അതിനുശേഷം പിന്നീട് ജീവിതത്തിൽ നമ്മൾ പറയില്ലേ, നമ്മൾ വിചാരിക്കാതെ കുറേ മാറ്റങ്ങൾ വരിക. പിന്നെ അവിടെ നിന്ന് സൈക്കോളജിയും കാര്യങ്ങളും മൈത്രിയിലെ കൗൺസിലിങ്ങിനും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഇടയിൽ എന്താ പറയുക, JJBയിൽ ജൂനിയർ ജസ്റ്റിസ് ബോർഡിൽ എനിക്ക് ജോലി കിട്ടുക. അതുപോലും ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. മനസ്സിൽ എന്താ പറയുക, ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. എൻ്റെ അടുത്ത് ഇന്ന് ഇൻ്റർവ്യൂവിന് ചോദിച്ചതിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഹൈക്കോർട്ട് ജഡ്ജ് റിട്ടയർഡ് ആയിട്ടുള്ള അവരാണ് വരിക. അപ്പോൾ അവർ ചോദിച്ചു, എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവും കൂടി ആയിരുന്നു, എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ, എന്നെക്കൊണ്ട് ഒരു കുട്ടിയെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് നന്നാക്കി എടുക്കും എന്നുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ വളരെ വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ ചോദിച്ചതിനൊക്കെ പറഞ്ഞത്. അത് എന്തോന്ന് എനിക്കിപ്പോഴും അറിയില്ല, ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. പക്ഷെ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തു, എന്നെക്കൊണ്ടാവുന്നത്ര ഞാൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് പേരെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാലഘട്ടവും എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ അവിടെയുള്ള പലതരത്തിലും പെട്ട കുട്ടികളുടെ കൂടെ അവിടെ വന്ന് ഇരിക്കേണ്ടി വന്നപ്പോൾ, അപ്പം ഞാൻ പറയാൻ വേണ്ടി വന്ന ഇൻസൾട്ട് എടുത്തത്, എന്നെ ഇൻസൾട്ട് ചെയ്തിരുന്ന പല ആളുകളും അവരുടെ കോളേജിലേക്ക് എന്നെ പലപ്പോഴും ക്ലാസ് എടുക്കുന്നതിനും പ്രോഗ്രാമിനായിട്ട് വിളിക്കേണ്ടതും അവരെന്നെ മാഡം എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്കും എത്തിയിട്ടുണ്ട്. ഇന്നും അവർ പലർക്കും അറിയില്ല ഇങ്ങനൊരു അനുഭവം ഉണ്ടായത്. പക്ഷെ നമ്മളത് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരുടെ ഉള്ളിൽ തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ തിരിച്ചറിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോൾ തിരിച്ചങ്ങോട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാൻ പോകുന്നതിന് പകരം നമ്മൾ കാണിച്ചു കൊടുക്കണം, നമ്മൾ ഉയർന്നുകൊണ്ട്. അല്ലാണ്ട് അവരെ മാതിരി തരം താഴാൻ നമ്മൾ ഇടവരുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം പഠിച്ചത് 3-4 PG എടുത്തതും LLBയും ഇപ്പോൾ PhDക്കും ഇതൊക്കെ നമ്മൾ ചെയ്തു വരുന്ന ഈ ഇൻസൾട്ടിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഒരു മോട്ടിവേഷനാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഈവൻ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് വലിയ ഇതിന് വേണ്ടിയിട്ടുള്ള വലിയ PhDയും കാര്യങ്ങളും പഠിക്കാൻ പോയിട്ട് ആൾക്കാർ തന്നിട്ടുള്ള അറിവുകൊണ്ടൊന്നല്ല. നമ്മുടെ ഉള്ളിലൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മുടെയാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ ഈ സ്വപ്നങ്ങൾ തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ എൻ്റെ ഒരു ലൈഫിൽ നിന്ന് എടുത്തിട്ടാണ് ഇൻസൾട്ടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയില്ല നിങ്ങളിത് എങ്ങനെ എടുക്കണം, എന്താ എടുക്കണം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതിനേക്കാളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഓരോരുത്തർക്കും എടുക്കുന്ന രീതിയാണ്. എല്ലാവർക്കും എല്ലാം നമുക്ക് ഭയങ്കര സ്ട്രോങ് മൈൻഡ് ആവണമെന്നൊന്നുമില്ല. ചിലർക്ക് ചെറിയൊരു കാര്യം, ഒരു പെൻസിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കരയുന്നവരും ഉണ്ടാവും. അത് അതിന് കൊടുത്ത പ്രാധാന്യം കൊണ്ട്. അതുകൊണ്ട് ആരുടെയും വേദനയെ ജഡ്ജ്മെൻറ്റിലാവാതിരിക്കുക. അവരെ നിങ്ങൾ റെസ്പെക്റ്റോടുകൂടി കാണുക. നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അതിൽ കയറി മുകളിലേക്ക് ഉയരാനാണ് ശ്രമിക്കേണ്ടത്. അവരെ നമ്മളുടെ മുമ്പിൽ നമ്മളെ അംഗീകരിപ്പിക്കുന്നതിലാണ് കാര്യം. അതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ, അത് വേറെ ലെവലാണ്.